ജയറാമേട്ടന്റെ ഈ വർഷം തിയേറ്റർ റിലീസ് വന്ന തമിഴ് സിനിമയാണ് പെരുമല ആൻഡ് കോ എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ ഉർവശി ചേച്ചിയൊക്കെയാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ തമിഴിൽ നമ്മുടെ മിസ്കിൻ, അതുപോലെ തന്നെ സാൻഡി മാസ്റ്റർ ഒക്കെയാണ് സിനിമയിൽ മറ്റ് പ്രധാന വേഷങ്ങൾ അഭിനയിച്ചത്. സിനിമേന്റെ 25 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിന് പക്ഷേ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സിനിമ കണ്ടവരാണെങ്കിൽ മറക്കാതെ പടത്തിൽ അഭിപ്രായം രേഖപ്പെടുത്തുക. സിനിമയുടെ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ 25 ദിവസം കൊണ്ട് സിനിമയ്ക്ക് തമിഴ്നാട്ടിൽ നിന്ന് മാത്രം 13,67,00,000 ബോക്സ് ഓഫീസ്. കർണാടക 1,26,00,000. കേരളത്തിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് ഫൈനലായിട്ട് 37,00,000 കാണാൻ സാധിക്കുന്നത്. എല്ലായിടത്തും സിനിമ ഓൾമോസ്റ്റ് വാഷ് ഔട്ട് ആയിട്ടുണ്ട് കേരളത്തിൽ. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യ ആയിട്ട് സിനിമയ്ക്ക് 5,00,000 ബോക്സ് ഓഫീസ്. ചിത്രം ഡൊമസ്റ്റിക് മാത്രം ഇന്ത്യൻ ഗ്രോസ് പ്രകാരം സിനിമയ്ക്ക് 15,35,00,000 ഇന്ത്യയിൽ നിന്ന് മാത്രം സിനിമയ്ക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി സിനിമേന്റെ 25 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് പരിശോധിക്കുകയാണെങ്കിൽ 17,32,00,000 അപ്രോക്സ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും സിനിമയുടെ വേൾഡ് വൈഡ് ഒക്കെ ഓൾമോസ്റ്റ് ക്ലോസിങ്ങിലോട്ട് പോവുകയാണ്. പലയിടത്തും സിനിമ വാഷ് ഔട്ട് ആയിട്ടുണ്ട് നിലവിൽ. ബഡ്ജറ്റ് പരിശോധിക്കുകയാണെങ്കിൽ 10 കോടിയാണ്. തിയേറ്ററിക്കൽ റൈറ്റ്സ് ഒക്കെ ഓൾമോസ്റ്റ് വിറ്റുപോയത് 8 കോടിക്കാണ്. വേൾഡ് വൈഡ് ഷെയർ നിലവിലെ സിനിമയ്ക്ക് 8,07,00,000 കാണുന്നുണ്ട്. തിയേറ്ററിക്കൽ റിക്കവറി സിനിമയ്ക്ക് 100% കാണുന്നുണ്ട് നിലവിൽ. പിന്നെ സിനിമയുടെ ബഡ്ജറ്റ് റിക്കവറി 80% കാണാൻ സാധിക്കുന്നത്. തിയേറ്ററിക്കൽ പ്രോഫിറ്റ് ഒക്കെ അപ്രോക്സ് 7 അല്ലെങ്കിൽ 6 ലക്ഷമാണ് കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലെ സിനിമ ഓൾമോസ്റ്റ് എല്ലായിടത്തും വാഷ് ഔട്ട് ആയ കാര്യങ്ങളാണ് കാണാൻ സാധിക്കുന്നത് തിയേറ്ററുകളിലൊക്കെ ആയിട്ട്. എന്നാലും 30-ലധികം ഷോസ് ഒക്കെ ഇപ്പോഴും സിനിമ റണ്ണിങ് ചെയ്യുന്നുണ്ട്. എന്തായാലും ഒരു ക്ലീൻ ഹിറ്റ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും ഈ വർഷം പുറത്തിറങ്ങിയ പെരുമല ആൻഡ് കോ എന്ന് പറഞ്ഞ തമിഴ് സിനിമ നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയിൽ. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് ജയറാമേട്ടൻ്റെ ഈ സിനിമേൻ്റെ കൂടുതൽ ബോക്സ് ഓഫീസ് കളക്ഷൻ ആയിട്ട്. എന്തായാലും പടം ജൂലൈ മാസം ആദ്യവാരമായിട്ട് OTT റിലീസിൽ പോകുമെന്നും കേൾക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക് ചിത്രത്തിന്റെ OTT റിലീസിനായിട്ടും സിനിമയുടെ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷനായിട്ടും. സിനിമ കണ്ടവർ എന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുക. കാത്തിരിക്കുന്നത് ചെയ്യുക കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ അപ്ഡേറ്റിനായിട്ട്.